ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കാണ് 12,000 കോടി കടമെടുക്കാൻ കേരളം കേന്ദ്ര അനുമതി നേടിയത്. എന്നാൽ 5,990 കോടി അധികമായി കടമെടുക്കാനുള്ള അനുമതി കേരളത്തിന് ലഭിച്ചു. ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കാണ് കേരളം കേന്ദ്രത്തോട് വായ്പാനുമതി തേടിയത്. അതോടെ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പായി. 1,600 രൂപയാണ് മാർച്ച് മാസം ലഭിക്കുക. വിതരണം മാർച്ച് മാസം 20-ന് ശേഷം തന്നെ ആരംഭിക്കുമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം മാർച്ച് 20-ഓടെ ഉണ്ടാകാൻ സാധ്യത. എന്നാൽ ഏപ്രിൽ മാസത്തിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി 3,200 രൂപ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. കുടിശ്ശിക പുതിയ സാമ്പത്തിക വർഷം 2025 ഏപ്രിൽ മുതലുള്ള കാലയളവിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പുള്ളത് പെൻഷൻ വാങ്ങുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എന്നുള്ളതാണ്. കേരള പ്രവാസി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ, കുടുംബ പെൻഷൻ, അവശതാ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ 2025 വർഷത്തെ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർച്ച് 31-നകം സമർപ്പിക്കേണ്ടതാണ്. നാട്ടിലുള്ള പെൻഷൻകാർ ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തപാലിൽ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ചു നൽകേണ്ടതാണ്. തിരുവനന്തപുരം തൈക്കാട് സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ്, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലുള്ള റീജിയണൽ ഓഫീസ്, മലപ്പുറം ജില്ലയിലുള്ള ലെയ്സൺ ഓഫീസ് എന്നിവിടങ്ങളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നേരിട്ടെത്തി ഒപ്പിടുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ വിദേശത്തുള്ളവർക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.